സ്വാഗതം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക്. അയോധ്യയ്ക്ക് പിന്നാലെ ഇപ്പോൾ ഗ്യാൻവാബി പള്ളിത്തർക്കം കൂടി കോടതി കയറിയ പശ്ചാത്തലത്തിലാണ് ഒരു വിവാദ പ്രസ്താവനയുമായി യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്തെത്തുന്നത്. കഴിഞ്ഞ ദിവസം യു.പി. നിയമസഭയിൽ വെച്ചാണ് മുഖ്യമന്ത്രി ആദിത്യനാഥ് ഒരു പ്രസ്താവന ഇറക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഹിന്ദു സമൂഹം രാജ്യത്ത് ആവശ്യപ്പെടുന്നത് 3 സ്ഥലങ്ങളാണ്. അത് അയോധ്യ, കാശി, അതുപോലെ തന്നെ മധുര. അതിൽ അയോധ്യ നേടിക്കഴിഞ്ഞു. ഇനിയുള്ള ലക്ഷ്യം മറ്റ് 2 ഇടങ്ങളാണ്, കാശിയും മധുരയും. അത് രണ്ടും കൂടി നേടുക എന്നതായിരിക്കും ലക്ഷ്യം. അതുകൊണ്ട് അവിടെ അവസാനിപ്പിക്കുമോ അതോ അതിന് പിന്നാലെ മറ്റ് സ്ഥലങ്ങൾ കൂടി ലക്ഷ്യം വയ്ക്കുമോ എന്നൊക്കെയാണ് ഇപ്പോൾ ഈ വിവാദ പ്രസ്താവനയ്ക്ക് പിന്നാലെ ചർച്ചയായി ഉയർന്നു വരുന്നത്. അജിം സർ, എന്തു തോന്നുന്നു ആ പറഞ്ഞതിൽ നിന്ന്? ഈ ഒരു 3 ഇടങ്ങൾ മാത്രമാണ് ഹിന്ദു സമൂഹം ലക്ഷ്യമിടുന്നത്, അവിടെ കൊണ്ട് അവസാനിപ്പിക്കുമെന്നാണോ അതോ ഇനി അതിൻ്റെ ഒരു തുടർ പരമ്പരകൾ പിന്നീട് ഉണ്ടാകുമോ? ഇത് ഈ പ്രസ്താവന എഴുതുന്നതിന് തൊട്ട് തലേ ദിവസമാണല്ലോ, അത് യു.പിയിൽ തന്നെയാണെന്ന് തോന്നുന്നു, ഒരു ദർഗ വിട്ടുകൊടുക്കേണ്ടി വന്നു. ആ ദർഗ വിട്ടുകൊടുക്കാൻ കാരണം മഹാഭാരതത്തിലെ അരക്കില്ലുണ്ടല്ലോ, അരക്കില്ല നടന്ന സ്ഥലമാണത്. അതുകൊണ്ട് ആ ദർഗ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു കോടതി വിട്ടുകൊടുക്കാൻ ഉത്തരവിട്ടു. ദുര്യോധന ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് വിട്ടുകൊടുക്കേണ്ടി വന്നു. ഈ മിനിഞ്ഞാന്നാണ് ആ കോടതി വിധി വന്നത്. അപ്പോൾ അപ്പോഴാണ് ഇനി 2 കൂടി വേണം എന്ന് പറയുന്നത്. ഈ ബാബരി മസ്ജിദ് ഡെമോളിഷന് ശേഷം ഈ ബാബരി മസ്ജിദ് വിധി ഉണ്ടായില്ല 2019 വിധി. ആ വിധിയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് 1991, അതായത് 1947 ശേഷം ആരാധനാലയങ്ങൾ എങ്ങനെയാണോ നിലനിന്നത് അതിൽ മാറ്റം വരുത്താൻ പാടില്ല എന്നാണ് നിയമം. ഇത് കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയ നിയമമാണ്. അപ്പോൾ ആ നിയമം രാജ്യത്ത് മതേതരത്വവും മതസൗഹാർദ്ദവും നിലനിർത്തുന്നതിൽ വളരെ നിർണായകമാണ് എന്ന് സുപ്രീം കോടതിയുടെ ഈ ഫുൾ ബെഞ്ച് നടത്തിയ വിധിയിൽ പറയുന്നുണ്ട്. ആ നിയമത്തെ, ആ വിധി പ്രഘോഷിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആ വിധി നിലനിൽക്കുന്നതുകൊണ്ടാണ് രാജ്യത്ത് ശാന്തിയും സമാധാനവും കളിയാകുന്നതെന്ന് സുപ്രീം കോടതിയുടെ ബെഞ്ച് വിധിച്ചതാണ്. അപ്പോൾ അതിനുശേഷം 2019 വിധി വന്നതിന് ശേഷം 2020 സുപ്രീം കോടതിയിൽ ഒരു റിവ്യൂ പെറ്റീഷൻ വരികയാണ്. ഇതിൻ്റെ ഭരണഘടനാപരമായ സാധുത പരിശോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഉത്തരവിൻ്റെ അല്ല 1991 വിധിയുടെ ഭരണഘടനാ സാധുത പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജി വരികയാണ്. 2020 ആ പൊതു താല്പര്യ ഹർജി വന്നതിന് ശേഷം ഇപ്പോൾ 2024 4 വർഷമായി. അപ്പോൾ ഈ 4 വർഷത്തിനിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ സുപ്രീം കോടതി സാധാരണ അത് ഫയൽ സ്വീകരിച്ചിട്ട് കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം നേടും, നോട്ടീസ് അയച്ചു. അപ്പോൾ കേന്ദ്ര സർക്കാർ സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാർ പാസ്സാക്കിയ ഒരു നിയമമാണ്. ഏത് സർക്കാരാണെങ്കിലും കേന്ദ്രത്തിൻ്റെ ഒരു നിയമമാണ്. അപ്പോൾ ആ നിയമത്തെ സാധാരണ എന്താണ് ചെയ്യേണ്ടത്? ആ നിയമം നിലനിൽക്കേണ്ടതാണെന്ന് പറഞ്ഞാൽ ഒരു മറുപടി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഈ 4 വർഷമായി ഇത് എത്രയോ തവണ ഈ കേസ് കോടതിയിൽ പരിഗണിച്ചു. കേന്ദ്ര സർക്കാർ ഒരിക്കൽ പോലും അതിന് മറുപടി കൊടുത്തിട്ടില്ല. ഏറ്റവും അവസാനം ഈ കേസ് പരിഗണിക്കുന്നത് ജനുവരി 17 ലിസ്റ്റ് ചെയ്ത്, കഴിഞ്ഞ മാസം 17 ലിസ്റ്റ് ചെയ്തതാണ്. അപ്പോഴും ഈ കേന്ദ്രം അതിലൊരു നിലപാട് അറിയിച്ചിട്ടില്ല സുപ്രീം കോടതി. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും കേന്ദ്രം നിലപാട് അറിയിക്കാത്തത്? കേന്ദ്ര സർക്കാർ പാസ്സാക്കിയൊരു നിയമം, ഈ സർക്കാരല്ല, BJP സർക്കാരല്ല, 91 സർക്കാരാണ്. അപ്പോൾ ആ പാസ്സാക്കിയ നിയമം, ആ നിയമം ഇപ്പോഴും നിലനിൽക്കുന്നതാണ്, രാജ്യത്തെ നിയമമാണ്, ലോ ഓഫ് ദ ലാൻഡാണ്. ആ നിയമം മാറ്റണമെന്ന് ഈ സർക്കാർ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് സുപ്രീം കോടതിയിൽ പറയണം. ഈ നിയമത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു, ഇത് മാറ്റണം എന്ന് പറയണം. ആ നിലപാട് അവർ സ്വീകരിക്കുന്നില്ല. അങ്ങനെ ഒരു മറുപടിയും കൊടുത്തിട്ടില്ല സുപ്രീം കോടതിയിൽ ഇതുവരെ. 4 വർഷമായി 6-7 തവണ കേസ് പരിഗണിച്ചിട്ടും കേന്ദ്ര സർക്കാർ ഒരു മറുപടിയും അതിന് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതൊരു ആംബിഗ്വിറ്റി നിലനിർത്തുന്ന ഒരു സാഹചര്യമാണ്. അതായത് ഒരു നിയമത്തെ 2019 ബാബരി മസ്ജിദ് വിധിയിൽ രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ആണിക്കല്ലാണ് എന്ന് സുപ്രീം കോടതിയിൽ ഒരു ഫുൾ ബെഞ്ചല്ല, ഒരു ഭരണഘടനാ ബെഞ്ച് പ്രഖ്യാപിക്കുന്നു. ഭരണഘടനാ ബെഞ്ചാണല്ലോ വിധി പുറപ്പെടുവിച്ചത്. അപ്പോൾ ആ ബെഞ്ച് പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം ഇതിനെ ചലഞ്ച് ചെയ്തുകൊണ്ടൊരു പൊതു താല്പര്യ ഹർജി സുപ്രീം കോടതിയിൽ വരുന്നു. സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ ഒരു മറുപടിയും കൊടുക്കുന്നില്ല എന്നത് ഒരു ആംബിഗ്വിറ്റി ഉണ്ടാകുന്നു. അതായത് ഈ നിയമത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, 91 നിയമത്തിന് പ്രശ്നമുണ്ടെന്ന് അറിയുമ്പോൾ കീഴ്ക്കോടതികൾ എന്ത് ചെയ്യും? ഇത്തരം ഹർജികൾ, ഈ ക്ലെയിം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ധാരാളമായി സ്വീകരിക്കുകയും അതിനനുസരിച്ച് അനുകൂലമായിട്ട് വിധി കൊടുക്കുകയും ചെയ്യും. അതായത് ആ നിയമം വേണ്ട, ആ നിയമം ഇപ്പോൾ ഒരു പുനഃപരിശോധനാ ഘട്ടത്തിലാണെന്ന് കീഴ്ക്കോടതികൾക്ക് തോന്നുകയും ധാരാളമായി ഇത്തരം ഹർജികൾ എൻറ്റർടൈൻ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നതിൻ്റെ ഫലമാണ് ഇപ്പോൾ നാം കാണുന്നത്. അതിൻ്റെ ആദ്യത്തെ ഉദാഹരണം കണ്ടത് ഗ്യാൻവാപ്പിയിലാണ്. ഗ്യാൻവാപ്പിയിൽ എന്താണ് ചെയ്തത്? ഗ്യാൻവാപ്പിയിൽ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ഒരു വീഡിയോ സർവേ ചെയ്യാൻ വേണ്ടി ആ ഹർജി സ്വീകരിക്കുന്നു, വീഡിയോ സർവേക്ക് ഉത്തരവിടുന്നു. തൊട്ടുടനെ മസ്ജിദ് കമ്മിറ്റി സുപ്രീം കോടതിയിൽ അലഹബാദ് ഹൈക്കോടതിയിൽ പോകുന്നു. അലഹബാദ് ഹൈക്കോടതി ആ സർവേ അനുകൂലിക്കുന്നു. സുപ്രീം കോടതി ചെല്ലുമ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഞങ്ങൾ അതിൽ ഇടപെടുന്നില്ല എന്ന് പറയുന്നു. ബാബരി മസ്ജിദ് വിധിയിൽ ഒപ്പിട്ട ആളാണ് ഞങ്ങൾ ഇതിൽ ഇടപെടില്ല എന്ന് പറയുന്ന ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്.
നമ്മളത് മനസ്സിലാക്കണം. ഏത് 91-ലെ ഈ നിയമം, 91-ൽ ഉണ്ടാക്കിയ ഈ നിയമം രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദത്തിനും സാഹോദര്യത്തിനും അനിവാര്യമാണ് എന്ന ജഡ്ജ്മെൻറ്റിൽ ഒപ്പിട്ട ചീഫ് ജസ്റ്റിസാണ് ഇത് എൻ്റർടൈൻ ഞങ്ങളിതിൽ ഇനി ഇടപെടില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്താണെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാർ ഇതിന് മറുപടി കൊടുക്കാതിരിക്കുകയും സുപ്രീം കോടതി നിരന്തരം ഈ പൊതുതാൽപര്യ ഹർജി നീട്ടി വെക്കുകയും ചെയ്യുമ്പോൾ ഇത് ആക്ച്വലി ഈ പൊതുതാൽപര്യ ഹർജി എൻ്റർടൈൻ ചെയ്യേണ്ട കാര്യമില്ല. കാരണം സുപ്രീം കോടതിയുടെ ഒരു വലിയ ബെഞ്ച് തന്നെ ആ നിയമത്തിൻ്റെ സാധുത, ആ നിയമത്തിൻ്റെ അനിവാര്യത ബോധ്യപ്പെട്ട് ആ ബാബരി മസ്ജിദ് വിധിയിൽ രേഖപ്പെടുത്തിയതാണ്. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനൊരു ആംബിഗ്വിറ്റി സൃഷ്ടിക്കുന്നത്. ആര് ക്രിയേറ്റ് ചെയ്യുന്നതാണ്? ഇത് കോടതികൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന, സുപ്രീം കോടതിക്ക് കൂടി ഉത്തരവാദിത്തമുള്ള ഒരു ആംബിഗ്വിറ്റിയാണ്. അങ്ങനെ ഇരിക്കെ ഇനിയിപ്പോൾ ഗ്യാൻ വാപ്പി, അടുത്ത് എന്താണ് മധുര, അതവിടെ നിൽക്കില്ല. എങ്ങനെ നിൽക്കാനാണ്? ആർക്കും എന്തും ക്ലെയിം ചെയ്യാം. ഇപ്പോൾ താജ്മഹലിനെ പറ്റി ക്ലെയിം ചെയ്യാം, വേറെ എന്ത് കുത്തബ് മിനാർ ക്ലെയിം ചെയ്യാം. അങ്ങനെ രാജ്യത്ത് പല സ്ഥലത്തും വലിയ തോതിലുള്ള ഒരു അനാർക്കിയിലേക്ക് രാജ്യത്ത് നയിക്കുന്ന ഒന്നാണ് കോടതിയുടെ ഈ സമീപനം. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു അസംബ്ലിയിൽ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറയുന്നത്. ഞങ്ങൾക്ക് 2 മതി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അവിടെ കൊണ്ട് നിർത്തുമെന്നാണോ? നിർത്തില്ല. കാരണം VHPയുടെ കയ്യിൽ 3000 പള്ളികളുടെ ലിസ്റ്റുണ്ട്. 3000 പള്ളികളുടെ ലിസ്റ്റ് VHPയുടെ കയ്യിലുണ്ട്. അത് ബാബരി മസ്ജിദ് കാലം മുതൽ തന്നെ അവർ പറയുന്നതാണ്. എന്താണ് കാശി മധുര ബാക്കി എന്ന് പറയുമ്പോൾ അവിടെ നിൽക്കില്ല. 3000 പള്ളികളുടെ ലിസ്റ്റ് VHP നേരത്തെ തന്നെ പറഞ്ഞതാണ്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി. ഒരൊറ്റ ഉദാഹരണം പറയാം. ചാർമിനാർ, ഹൈദരാബാദിലെ ചാർമിനാറിൽ 50കൾക്ക് ശേഷം 50കൾക്കും 60കൾക്ക് ശേഷം രൂപം കൊണ്ടൊരു ക്ഷേത്രമുണ്ട്. ചാർമിനാറിൻ്റെ ഒരു തൂണിന് അവിടെ ചെറിയ ഷെഡ് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്. ഒരു ഗൂഗിൾ ചെയ്താൽ 2 പടം കിട്ടും. ഒരു ഷെഡ് കെട്ടി വെച്ചാണ്, ഒരു പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ ഇട്ട് ഒരു വിഗ്രഹമുണ്ട്. ഇന്ന് അതിൻ്റെ രൂപമൊക്കെ മാറി, ആ ഷെഡൊക്കെ മാറി, അതൊരു ചെറിയൊരു അമ്പലമായി മാറി. നാളെ ചാർമിനാറിൻ്റെ അവിടെ പോയിട്ട് ഞങ്ങൾക്ക് ഇവിടെ പൂജിക്കാൻ അനുവാദം എന്ന് പറഞ്ഞാൽ ചാർമിനാറിൽ പൊളിച്ചാൽ വേണ്ടി വരും. അപ്പോൾ ഇത് എവിടെയും നിൽക്കില്ല. ഇന്ന് ലക്ഷ്യം മറ്റൊന്നുമല്ല. ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇത്തരം പ്രതീകങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതായത് മുഗൾ രാജവംശം ഇന്ത്യ ഭരിച്ചതാണ്, ബ്രിട്ടീഷുകാർ ഭരിച്ചതാണ്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെയും മുഗൾ രാജവംശത്തിൻ്റെയും വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ രണ്ടും ഇൻവേഡേഴ്സ് ആണെന്ന് വേണമെങ്കിൽ വാദിക്കാം. ഇന്ത്യ ഉണ്ടാവുന്നതിന് മുമ്പുള്ള കാലമാണ്. അപ്പോൾ മുഗൾ രാജാക്കന്മാർ ഇവിടെ വന്നിട്ട് സമ്പത്ത് കൊള്ളയടിച്ച് അവർ വേറെ എവിടെയും പോകല്ലേ. ഇത് അവരിവിടെ വന്ന് ഇവിടെ താമസിച്ച് ഇവിടുത്തെ ജനങ്ങളെ ഭരിച്ച് ഇവിടെ തന്നെ മരിച്ച ആൾക്കാരാണ്. ബ്രിട്ടീഷുകാർ അങ്ങനെയായിരുന്നില്ല. ബ്രിട്ടീഷുകാർ കോളനിയാക്കിയായിരുന്നു. ഇവിടുന്ന് സമ്പത്ത് മോഷ്ടിച്ച് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് രണ്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ മുഗൾ റൂളേഴ്സിനെ ഇൻവേഡേഴ്സായിട്ട് കണക്കാക്കുകയും ബ്രിട്ടീഷുകാരുടെ എതിർപ്പില്ലായിരുന്നു. ബ്രിട്ടീഷുകാരങ്ങനെ തിക്കും തിരക്കും കൂട്ടി ഇവിടുന്ന് പുറത്താക്കേണ്ടതില്ല എന്ന അഭിപ്രായമായിരുന്നു മിത്രങ്ങൾക്കുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ വേർതിരിച്ച് തന്നെ മനസ്സിലാക്കണം. അപ്പോൾ മുഴുവൻ അത്തരം ചിഹ്നങ്ങളെയും മാറ്റുക, ആ ചിഹ്നങ്ങളെ മാറ്റിക്കളഞ്ഞുകൊണ്ട് ഇന്ത്യയെ വേറെ എന്തോ ആക്കി മാറ്റുക, അങ്ങനെയാണ് രാമരാജ്യം സൃഷ്ടിക്കുക എന്നൊക്കെ ആയിരിക്കും ഇവർ വിചാരിക്കേണ്ടാവുക. പക്ഷേ ഈ ഘട്ടത്തിൽ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് കോടതികളാണ് ഇന്ന് നാം കാണുന്ന ഇങ്ങനൊരു അരാജകമായ സിറ്റുവേഷൻ സൃഷ്ടിച്ചതെന്ന് പറയേണ്ടി വരും. യെസ്, അതാണ് നിഷാദ്. ഇവിടെ യോഗി പറഞ്ഞതിലൂടെ ഈ പള്ളികൾ പൊളിച്ചവിടെ ക്ഷേത്രങ്ങൾ പണിയുന്ന ആ ഒരു പദ്ധതി, ആ ഒരു പ്ലാൻ അതിവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയും ഏറെ ഇങ്ങനെ അവസാനിക്കാനുണ്ട് എന്നതാണോ പറഞ്ഞു വയ്ക്കുന്നത്? അത് നോക്കൂ, 2 പള്ളികൾ കൂടി തന്നാൽ ഞങ്ങൾ അവസാനിപ്പിച്ചേക്കാം എന്ന് യോഗി ആദിത്യനാഥ് പറയാണ്. ഒന്നാമത്തെ കാര്യം, യോഗി ആദിത്യനാഥ് ഒരു മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും മുഖ്യമന്ത്രി. നിയമസഭയ്ക്കകത്തിരുന്ന് പറയാണ് ഞങ്ങൾക്ക് 2 പള്ളികൾ കൂടി തരൂ. ആരാണ് ഈ ഞങ്ങൾ? ഏത് ഞങ്ങൾക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രി സംസാരിക്കേണ്ടത്? അല്ല, ഞാനത് പറഞ്ഞല്ലേ ഉള്ളൂ. അതിന് വലിയ പ്രസക്തി ഇല്ലാത്തൊരു ചോദ്യമാണ്. ഇന്ത്യയിൽ പ്രധാനമന്ത്രി തന്നെ ഏതോ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മുഖ്യ കർമ്മിയായിട്ട് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് യോഗി ആദിത്യനാഥ് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രം ആളാണ് ഞാൻ. ഈ സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാ പദവിയിൽ ഇരിക്കുമ്പോഴും ഞങ്ങൾക്ക് 2, ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജാതിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ക്ഷേത്രം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാലുള്ള ഞെട്ടൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതേ ഞെട്ടലായിരിക്കും UP-യിലെ മനുഷ്യന്മാർ അനുഭവിക്കുന്നുണ്ടാവുക. ഞങ്ങൾക്ക് 2 പള്ളികൾ കൂടി തരൂ. എന്തായാലും അത് പറയണം. എപ്പോഴും ഞെട്ടാൻ അവർക്ക് വട്ടുന്നു. യെസ്, ആ ഞെട്ടലൊക്കെ പോയി നോർമലൈസ് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു സംഗതിയാണെങ്കിൽ നമ്മൾ പറയുമ്പോൾ ഇത് പറയണമല്ലോ. ഇത് ആരാണ് ഈ ഞങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യാൻ എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പവർ എന്ന് നമുക്ക് അറിയണമല്ലോ. അതുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഈ 2 പള്ളികൾ കൂടി തന്നേക്കും അദ്ദേഹം പറയുന്നത് ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാനാണ്. 2 പള്ളി കിട്ടിയാൽ ഞങ്ങളുടെ ആധ്യാത്മികമായ, ഞങ്ങളുടെ മതവിശ്വാസപരമായിട്ടുള്ള ഞങ്ങളുടെ ഒരു ആഗ്രഹം അവസാനിക്കും എന്നതുകൊണ്ടല്ലല്ലോ അത്. പള്ളികൾക്ക് മേൽ നിരന്തരമായി തർക്കങ്ങൾ ഉണ്ടാക്കുന്നത് അതിന്മേൽ ആളുകളെ എൻഗേജ് ചെയ്യിക്കാനാണ്. ഞങ്ങളുടെ അരി എവിടെ, ഞങ്ങളുടെ തൊഴിലെവിടെ, ഞങ്ങളുടെ പയറെവിടെ, പാലെവിടെ എന്ന് ജനം ചോദിക്കാതിരിക്കാനാണ് ആളുകളെ നിരന്തരമായി തർക്കങ്ങളിൽ കുടുക്കിയിടുന്നത്. അപ്പോൾ 2 പള്ളികൾ കൊടുത്തേക്കാം, ഈദ്ഗാഹ് പള്ളിയും ഒപ്പം ഈ പറയുന്ന ഗ്യാൻ വാപ്പിയും കൊടുത്തേക്കാമെന്ന് അവിടുത്തെ മസ്ജിദ് കമ്മിറ്റി തീരുമാനിച്ചാൽ അവസാനിപ്പിക്കുമോ? ഇല്ല, അത് പറ്റില്ല എന്ന് പറയും. മറ്റേ സിനിമയ്ക്കത് പറഞ്ഞില്ല, അങ്ങനെ പറ്റില്ല, ആക്കളി പറ്റില്ല, നിങ്ങൾ തരരുത്.
നിങ്ങൾ തരരുത്, നിങ്ങൾ തരാതാവുകയും ഒരു തർക്കം ഉണ്ടാവുകയും ആ തർക്കത്തിന്മേൽ കലാപങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ മാത്രം സാർത്ഥകമാകുന്നതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം എന്നാണ് അവർ പറയാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അജ്മിസ് പറഞ്ഞ പോലെ ഇതിലെ ഏറ്റവും നിർഭാഗ്യകരമായ സംഗതി കോടതികളാണ്. 1991 നരസിംഹറാവുവിൻ്റെ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഈ രാജ്യം ഇനി അങ്ങോട്ട് അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ കെടുതി ആരാധനാലയങ്ങളെ ചൊല്ലി ആസൂത്രിതമായി ഉണ്ടാക്കുന്ന തർക്കങ്ങളും കലാപങ്ങളുമായിരിക്കുമെന്ന് മനസ്സിലാക്കിയ ആളുകളാണ് അതിനെ ഉണ്ടാവരുത് എന്ന പഴുതടയ്ക്കാൻ വേണ്ടി ഒരു നിയമം ഉണ്ടാക്കുന്നത്. ആ നിയമം അവിടെ ഇരിക്കെ ആർട്ടിക്കിൾ 25 പ്രകാരമുള്ള വിശ്വാസ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണിത്. 91 നിയമം ഇവിടെ ബാധകമാകുന്നതില്ല എന്ന് ന്യായം പറയുന്നത് ഒരു പ്രാദേശിക കോടതിയാണ് ദിവ്യ. അപ്പോൾ അത്തരം ഒരു നിയമത്തെ വ്യാഖ്യാനിക്കാനും ആ നിയമം ഇവിടെ ബാധകമാകില്ല എന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നത് ഭരണഘടനാ കോടതിയാണ്. അങ്ങനെ ഇരിക്കെ ഭരണഘടനാ കോടതി കേവലമായ കാഴ്ചക്കാരനാവുകയും പ്രാദേശിക കോടതികൾ തോന്നുംപടി ഭരണഘടനാ അധികാരമുണ്ട് എന്ന മട്ടിൽ വ്യാഖ്യാനിച്ച് ഈ പ്രയറുകൾ എടുക്കുക, കേസുകൾ എടുക്കുക, അതിന്മേൽ വിധി പറയുക എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഓൾറെഡി ഇപ്പോൾ ഈ പറഞ്ഞ മധുരയിലെ പള്ളി, ഈ ഈദ്ഗാഹ്, ഈ ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് ശരിക്കും എന്താണ് എന്ന് ഒരു വിവരാവകാശ ചോദ്യം ചോദിക്കുമ്പോൾ ASI മറുപടി പറഞ്ഞിട്ടുണ്ട്. മിനിഞ്ഞാന്നിൻ്റെ വാർത്ത പുറത്തു വന്നു. ഇത് ശ്രീകൃഷ്ണ ജന്മക്ഷേത്രം തകർത്തുകൊണ്ട് ഔറംഗസീബ് സൃഷ്ടിച്ചതാണ് എന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മറുപടി കൊടുത്തു കഴിഞ്ഞു. കോടതികൾ അവർക്ക് ആവശ്യമുള്ള തരത്തിലുള്ള വിധികൾ പറയുന്നത് നാം കാണുന്നു. അവിടെ നടക്കുന്ന ഏത് തരത്തിലുള്ള അതിക്രിയകളെയും തടയാൻ കോടതികൾ തയ്യാറാകാത്തത് നാം കാണുന്നു. അവരുടെ കോൺഫിഡൻസ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആരാധനാലയങ്ങളെ ചൊല്ലിയുള്ള അവകാശവാദങ്ങൾ എപ്പോഴും ഇങ്ങനെ ഹീറ്റാക്കി നിർത്തുക എന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, നേരത്തെ പറഞ്ഞ പോലെ ആരാധനാലയങ്ങളെ പരമാവധി ഇറേസ് ചെയ്യുക എന്നുള്ളത് ഈ പറയുന്ന സവിശേഷ രാജ്യനിർമ്മിതിയുടെ ഭാഗമായിട്ട് അവർ കാണുന്നതാണ്. അപ്പോൾ ആരാധനാലയങ്ങൾ പൊളിക്കുക എന്നുള്ളത് ഒരു ക്ലെയിമും ഇല്ലാതെ പൊളിക്കുമല്ലോ. എന്ന് വെച്ചാൽ ബാബരി മസ്ജിദ് പൊളിച്ച വലിയ സംഭവമായിരുന്നു. നിങ്ങൾക്ക് മണിപ്പൂരിൽ 242 പള്ളി പൊളിച്ചു, അറിയാം. ചർച്ചുകൾ, പള്ളി എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളല്ല, മണിപ്പൂരിൽ ആസൂത്രിതമായി നടത്തിയ കലാപം, ആരാലും തടയപ്പെടാനില്ലാതിരുന്ന ഒരു കലാപം. ആ കലാപത്തിൽ 242 ക്രിസ്ത്യൻ പള്ളികൾ പൊളിച്ചിട്ടു. ആരെങ്കിലും ചോദിച്ചോ? എന്തെങ്കിലും തരത്തിലുള്ള നിയമ പോരാട്ടങ്ങളുടെയോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള കർസേവയുടെയോ ഒന്നും ആവശ്യം വന്നില്ല. ഒരു വളരെ പെട്ടെന്നുണ്ടാക്കിയിട്ടുള്ള കലാപത്തിലൂടെ അവർ മാർക്ക് ചെയ്ത് വെച്ച് പള്ളിയിൽ പൊളിച്ചു. എന്ന് വെച്ചാൽ അവിടുത്തെ ഇംഫാലിലെ ബിഷപ്പ് പറഞ്ഞത്, ഞങ്ങളുടെ പള്ളികളിലേക്ക് കലാപകാരികളായ കൂട്ടം വരുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. കാരണം ഇത്ര പെട്ടെന്ന്, അതായത് കലാപം സ്റ്റാർട്ട് ചെയ്ത് വളരെ അടുത്ത മൊമെൻറ്റിൽ അവർ ആരംഭിക്കുന്നത് പള്ളികൾ തേടി വരികയാണ്. എന്ന് വെച്ചാൽ എല്ലാം പദ്ധതികൾ തയ്യാറാക്കി വെച്ചിരുന്നു. ഗുജറാത്ത് കലാപത്തിൽ മുസ്ലിങ്ങളുടെ വീടുകൾ, കടകൾ, സ്ഥാപനങ്ങളൊക്കെ തകർക്കാൻ അവർക്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനടിസ്ഥാനത്തിലായിരുന്നു തകർത്തത്. സമ്പദ് വ്യവസ്ഥയെ തന്നെ ഈ ന്യൂനപക്ഷങ്ങളുടെ തകർക്കുക, അതുപോലെ തന്നെ ഈ ക്രിസ്ത്യാനികളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട എല്ലാ സിംബൽസിനും തകർക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ തകർക്കപ്പെട്ടു. വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് 242 പള്ളികൾ ഭാഗികമായോ പൂർണ്ണമായോ തകർക്കപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ ന്യൂനപക്ഷങ്ങളുടെ ഈ ഞങ്ങളുടെ അപ്പുറത്ത് നിൽക്കുന്നവരുടെ പരമാവധി ചിഹ്നങ്ങളെ, അവരുടെ ആരാധനാ കേന്ദ്രങ്ങളെ, അവരുടെ ആരാധനകളെ, ഇപ്പോൾ രാജ്യത്ത് എവിടെയും നോക്കൂ, ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലേക്കും കർണാടകയിലേക്കും പോലും നമ്മൾ പോയാൽ അവിടെ ക്രിസ്ത്യാനികളായ ആളുകൾക്ക് സൺഡേയിൽ അവർക്ക് പരസ്യമായിട്ടുള്ള പ്രാർത്ഥന നടത്താൻ ഇപ്പോൾ പറ്റുന്നില്ല. നിയമപരമായ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ നടത്തിയാൽ ഇവർ വരും, മതപരിവർത്തനം ആരോപിച്ച് ബഹളം ഉണ്ടാക്കും, പ്രശ്നമാക്കും, അവരെ മർദ്ദിക്കും. മർദ്ദനത്തിനൊടുവിൽ പോലീസ് വരികയും മതപരിവർത്തനത്തിൻ്റെ പേരിൽ മർദ്ദനത്തിന് ഇരയാക്കപ്പെട്ട ആളുകൾ അകത്ത് പോവുകയും ചെയ്യുന്ന ഒരു ട്രെൻഡ് നോർത്തിൽ, ഇപ്പോൾ കർണാടകയിലടക്കം നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇത് സംഗതി സാധാരണമാക്കപ്പെട്ടിരിക്കുന്നു. അതിൽ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായ തർക്കവിതർക്കത്തിൻ്റെയും നീണ്ട നിയമവ്യവഹാരത്തിൻ്റെയും ഒന്നും ഒരു സാധ്യതയില്ല. 91 നിയമം എടുത്ത് അവിടെ വെക്കുന്നു, നോക്കുന്നു, ഈ നടക്കില്ല എന്ന് പറയുന്നു. ഇത് ചെയ്യാതിരിക്കുകയാണ് കോടതി. അപ്പം ബാബരി മസ്ജിദ് കേസിൽ രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠം പറഞ്ഞ വിധി നമുക്കറിയാം. ഒരു ലീഗൽ ഗ്രൗണ്ടും ഇല്ലാതിരുന്നിട്ടും ഒരു ഹിസ്റ്റോറിക്കൽ ഗ്രൗണ്ടും ഇല്ലാതിരുന്നിട്ടും ഇത് പള്ളി പൊളിച്ചതിന്മേൽ കേസില്ല, ശിക്ഷിക്കാൻ ആരുമില്ല, പള്ളിയുടെ ലാൻഡുമായി ബന്ധപ്പെട്ട സംഗതി അവർക്ക് കൊടുക്കാമെന്ന് തീരുമാനമെടുക്കുകയാണ്. അപ്പോൾ കോടതി ഒരു സമവായത്തിൻ്റെ പൊതുവികാരം ആളിക്കത്താൻ പാടില്ല, നമ്മളത് ശമിപ്പിക്കണം എന്നൊക്കെയുള്ള സമീപനം എടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന രാജ്യത്ത് കാണുന്ന പൊതുവികാരം എന്താണ്? ഹിന്ദുത്വത്തിൻ്റെ ഒരു പ്രഘോഷമാണ്. അതിനരു നിൽക്കുകയാണ് കോടതി. വേണം, നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട, നമ്മൾ വെറുതെ നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും സംസാരിച്ചിട്ട് വെറുതെ ഒരു ബഹളം വേണ്ട എന്നാണോ കോടതി വിചാരിക്കുന്നത്? അതോ ഈ രാജ്യത്തെ എല്ലാ പ്രധാനപ്പെട്ട ഭരണഘടനാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇതിൻ്റെ ഒപ്പം വീണു പോകുമ്പോൾ കോടതി കൂടി വീണു പോവുകയാണോ എന്ന നിരാശയാണ് നമുക്ക് ഈ അവസരത്തിൽ പങ്കുവയ്ക്കാനുള്ളത്. എന്തായാലും അവരെ സംബന്ധിച്ച് അവരുടെ മുമ്പിൽ സാധ്യതകളുടെ വലിയ വേദി തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ അതുകൊണ്ട് എന്തും പ്രതീക്ഷിക്കണം. അതായത് യോഗി പറഞ്ഞതുപോലെ ഇനിയൊരു കാശി മധുരയും കൂടി കിട്ടിയത് കൊണ്ട് ഈ പോരാട്ടം, ആ ഒരു നീക്കം അവിടെ അവസാനിക്കുമെന്ന് കരുതാൻ കഴിയില്ല. അതിനെയും ഇങ്ങനെ തുടരുക തന്നെ ചെയ്യും. കാരണം അത് അവരുടെ പൊളിറ്റിക്കൽ അജണ്ട തന്നെയാണ്.